എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പ്രോബബിലിറ്റി തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ കണ്ടിന്യൂസ് കൈൻഡ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷനാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പരീക്ഷകളിൽ ഇങ്ങനെ സാധാരണ രീതിയിൽ ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഒരു വീഡിയോ ക്ലാസ്സാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. A normal distribution is a continuous probability distribution. ഞാൻ പറഞ്ഞിരുന്നു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നും കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നും. ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് കണ്ടത്. നൗ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓർ ബെസ്റ്റ് ടൈപ്പ് ഓഫ് continuous probability distribution is normal distribution, and it is first time developed by De Moivre in the year 1733 as the limiting function of അല്ലെങ്കിൽ limiting form of binomial distribution. Binomial distribution എന്നൊരു അവസ്ഥയുടെ അല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റ് എന്താണോ അത് ഐഡൻറ്റിഫൈ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഡിസ്ട്രിബ്യൂഷനാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. The main importance of normal distribution is that many populations seems to follow approximately a pattern of distribution as described by normal distribution. അപ്പോൾ കൂടുതൽ പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അറിയാം നിങ്ങൾക്ക്, കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഒക്കെ നമ്മൾ പഠിച്ചതാണ്. കൂടുതൽ വെൻ ദ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലെങ്കിൽ എൻ ടെൻസ് ടു വെരി ലാർജ് ബിഗ് സൈസ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ ഏജ് ആൻഡ് ഹൈറ്റ് ഓഫ് ദ പീപ്പിൾ അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദ അഡൽട്ട് പേഴ്സൺ, ഇൻ്റലിജൻറ്റ് ടെസ്റ്റ് സ്കോർ ഓഫ് സ്റ്റുഡൻസ് കാറ്റഗറി ഇൻ ഗവൺമെൻറ് കോളേജ് ചേലക്കര. ഇപ്പോൾ ഒരുപാട് ഡാറ്റ അതിനകത്തുണ്ട്. ആൻഡ് ദ ഡാറ്റ ബിക്കംസ് സോ ബിഗ്. ഇൻ ദാറ്റ് കേസ് വി ക്യാൻ അപ്ലൈ ദ നോർമൽ distribution. So if the population is very big or large, that kind of distribution we can say that it is normally distributed. So this is the definition of normal distribution, where a normal distribution is a continuous random variable. X is said to follow normal distribution if the probability function, density function is p of x is equal to 1 by root of 2 pi standard deviation into e raised to minus 1 by 2 into x minus mu divided by standard deviation whole square. Here pi value 2 pi standard deviation എന്നാണ് പറയുന്നത്. പൈ വാല്യൂ എന്ന് പറയുന്നത് 3.14 എല്ലാവർക്കും അറിയാം. ഈ ഒരു കോൺസ്റ്റൻറ്റ് ഫിഗറാണ് 2.718828. അത് നമ്മൾ പോയ്സൺ ഡിസ്ട്രിബ്യൂഷനിൽ കണ്ട അതേ കാര്യങ്ങളാണ്. Mu means the mean of the distribution, and sigma, which stands for standard deviation of the distribution. So there are certain properties of normal distribution. ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷനെ നമ്മളൊരു കർവ് രീതിയിൽ വരയ്ക്കുമ്പോൾ അതിനെയാണ് നോർമൽ കർവ് എന്ന് പറയുന്നത്. അത് ഒരു ബെൽ ഷേപ്പ്ഡ് കർവായിട്ടാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ അതൊരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിനെ ഒരു ബെൽ ഷേപ്പ്ഡ് കർവ് എന്നാണ് പറയുന്നത്. ഈ കർവ് എന്ന് പറയുന്നത് മീനിൻ്റെ സിമെട്രി ആയിട്ടാണ് വരിക. നമുക്കൊരു സിമെട്രിക് മീൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്ക്യൂനെസ് ആണെങ്കിലും കർട്ടസിസ് ആണെങ്കിലും അതല്ലാതെ സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ നോർമലിൽ നിന്ന് വ്യത്യാസപ്പെടുക. ഇവിടെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ മീനും മീഡിയനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഒക്കെ ഒരേപോലെ ആയിരിക്കും. അതുപോലെ തന്നെ ഇതൊരു ബെൽ ഷേപ്പ്ഡ് കർവായിരിക്കും. അത് സെൻറ്ററിലാണ്, ഒരു കർവിൻ്റെ സെൻറ്ററിലാണ് മീനും മീഡിയനും മോഡൊക്കെ കോയിൻസൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ മീഡിയൻ നിന്ന് ഇക്വി ഡിസ്റ്റൻസ് ആയിരിക്കും. അതായത് മിഡിലിൽ ഒരു ബെൽ ഷേപ്പ്ഡ് കർവ് വരച്ചിട്ട് അതിൻ്റെ മിഡിൽ ലൈൻ 0 ആണെങ്കിൽ ആ മിഡിൽ ലൈൻ എന്ന് പറയുന്നത് ഇക്വി ഡിസ്റ്റൻസ് ഫ്രം Q3 ആൻഡ് Q2 രണ്ട് ഭാഗവും ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. നോർമൽ കർവ് ഒരു അസിംപ്റ്റോട്ടിക് ടു ദ ബേസ് ലൈൻ ആണ്. ദ ടോട്ടൽ ഏരിയ അണ്ടർ എ നോർമൽ കർവ് ഈസ് 100% എന്നുള്ള രീതിയിലാണ് നോർമൽ കർവ് കാണുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്ന കാര്യമാണ്.
ഇനി നോർമൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന് ഒരു സ്റ്റാൻഡേർഡ് ഫോം ഉണ്ട്. ഈ സ്റ്റാൻഡേർഡ് ഫോമിനെ റാൻഡം വേരിയബിൾ എക്സ് ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ z=x-μ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നാണ് നോർമൽ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ്റെ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് പി ഓഫ് z ഇസ് ഗ്രേറ്റർ ദാൻ 1.5. അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ, ഒരു പിക്ചർ ഉണ്ട്. ഇതാണ് ബെൽ ഷേപ്പ്ഡ് കർവ് എന്ന് പറയുന്നത്. ഒരു കർവ് മിഡിലിൽ ഒരു ലൈൻ വരയ്ക്കും, നടുവിൽ കൂടെ ഒരു ലൈൻ വരയ്ക്കും, എന്നിട്ട് നമ്മൾ മുകളിൽ കൂടെ ഒരു കർവ് പോലെ ഒരു സംഭവം വരയ്ക്കും. ഈ മിഡിൽ വരയ്ക്കുന്ന ഈ 0 എന്ന് പറഞ്ഞ പോയിന്റിനെയാണ് മീൻ മീഡിയൻ മോഡ്, അവിടെയാണ് കോയിൻസൈഡ് ചെയ്യുന്നത്. ഈ 0യിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള കർവിൻ്റെയും റൈറ്റിലേക്കുള്ള കർവിൻ്റെയും ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. അതായത് ഇതിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് 0.5 ആയിരിക്കും. അതായത് 0യിൽ നിന്ന് ഈ അറ്റം വരെ നമ്മൾ എക്സ് ആക്സിസ് വരയ്ക്കുന്നില്ലേ, അത് 0.5 എന്ന് പറയും. അതിൻ്റെ ഏരിയ എന്ന് പറയും 0.5 എന്ന് പറയും. അതായത് നെഗറ്റീവ്, അതായത് ഈ 0ൻ്റെ ലെഫ്റ്റ് സൈഡ് നെഗറ്റീവ് വാല്യൂസും 0ൻ്റെ റൈറ്റ് വാല്യൂസ് അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. അതായത് 0യിൽ നിന്ന് ഈ കർവ് എൻഡ് ചെയ്യുന്ന വരെയുള്ള ഏരിയ എന്ന് പറയുന്നത് നെഗറ്റീവ് 0. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ -0.5 എന്നും റൈറ്റ് സൈഡിലാണെങ്കിൽ +0.5 എന്നാണ് പറയുക. അപ്പോൾ z വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ 1.5, -1.5 എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് കർവിൻ്റെ ലെഫ്റ്റ് സൈഡ് വരും. അപ്പോൾ -1.5ൻ്റെ z വാല്യൂ നമ്മൾ ഏരിയ ടേബിൾ അനുസരിച്ച് കണ്ടുപിടിക്കണം. ഏരിയ ടേബിൾ നമ്മൾ എക്സാമിന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ ചെയ്യുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ എന്ന് പറഞ്ഞൊരു ടേബിൾ നമ്മൾ സാധാരണ രീതിയിൽ കടയിലൊക്കെ വാങ്ങാൻ കിട്ടാറുണ്ട്. അതിനകത്ത് സെറ്റ് വാല്യൂൻ്റെ ഏരിയ ഉണ്ടായിരിക്കും. ഈ ഏരിയ മനസ്സിലാക്കിയിട്ട് ഈ 0.5ൽ നിന്ന് ഈ 1.5ന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും. അത് നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ നോക്കി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 0.4332 എന്ന് കിട്ടും. ഈ 0.5ൽ നിന്ന് -0.4332 ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് വാല്യൂ എന്ന് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. നേരിട്ടുണ്ടെങ്കിൽ എളുപ്പം മനസ്സിലായിട്ടേ, നമുക്ക് ആരും ക്ലാസ്സിലേക്ക് ഇപ്പോൾ വരുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പഠിപ്പിക്കാനാണ് ഇപ്പോൾ നിലവിൽ നിവർത്തിയുള്ളൂ. അപ്പോൾ ഒരു കർവ് ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കർവ് ലൈനിൽ നമ്മൾ ഒരു മിഡിൽ ഭാഗത്ത് നിന്ന് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഈക്വൽ ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു. ഈക്വൽ ഡിസ്റ്റൻസിൽ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 0.5 ആണെന്ന് പറയും. ഈ 1.5ന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഏരിയ നമ്മൾ z ടേബിളിൽ നിന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 0.4332 വരും. അത് മൈനസ് ചെയ്താൽ കിട്ടുന്ന ഏരിയനെയാണ് ഗ്രേറ്റർ ദാൻ z വാല്യൂ 1.5 എന്ന് പറയുന്നത്. ഫൈൻഡ് പി ഓഫ് z ലെസ് ദാൻ 1.8. 1.8 പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ 0 കർവിൻ്റെ റൈറ്റ് സൈഡിലാണ് അതിൻ്റെ ഇത് വരിക. അപ്പോൾ 0.05ൽ നിന്ന് ഈ 1.8ൻ്റെ വാല്യൂ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ 1.8ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 0.4641 ആണ്. ഇത് മൈനസ് ചെയ്താൽ കിട്ടുന്ന ഫിഗറാണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ 2-3 ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിറ്റിംഗ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവാണ്. ഇവിടെ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ആദ്യം എന്താണെന്നുള്ളത് അറിയണം. അതിനുവേണ്ടി നമ്മൾ മീനിൻ്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെയും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഉള്ള ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. σfx ഡിവൈഡഡ് ബൈ n ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മീൻ വാല്യൂ കിട്ടും. √of σfx ഡിവൈഡഡ് ബൈ n മൈനസ് σfx ഡിവൈഡഡ് ബൈ n ഹോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വാല്യൂ കിട്ടും. ഇങ്ങനെ കിട്ടുന്ന വാല്യൂ നമ്മൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കാണാം. ഫിറ്റ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ഫോളോയിങ് ഡേറ്റ. മാർക്സും നമ്പർ ഓഫ് സ്റ്റുഡൻസും ഉണ്ട്. ഇതിനകത്ത് മാർക്സ് 10 to 20, 20 to 30 ഇങ്ങനെയാണ് റേഞ്ച് വരുന്നത്. ഈ റേഞ്ചിൽ നിന്ന് ഇതിൻ്റെ മിഡ് വാല്യൂ കണ്ടുപിടിക്കുക. മിഡ് വാല്യൂ കണ്ടുപിടിച്ച് അതിൻ്റെ സ്റ്റുഡൻസിൻ്റെ നമ്പർ ഇവിടെ ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഡി കണ്ടുപിടിക്കുക, അതുപോലെ FD കണ്ടുപിടിക്കുക, d² കണ്ടുപിടിക്കുക, FD² കണ്ടുപിടിക്കുക. ഇത് ഡീവിയേഷൻ എടുത്തിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കിട്ടും. അതുപോലെ
മീൻ വാല്യൂവും കിട്ടും. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന് നോക്കുക. അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ ലോവർ റേഞ്ചിലുള്ള 10 തൊട്ടിട്ട് 80 വരെയുള്ള മാർക്സാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലോവർ ക്ലാസ് ലിമിറ്റ് വെച്ചിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. 10 to 80 വരെയുള്ള ഫിഗേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ സെറ്റ് വാല്യൂ കണ്ടുപിടിക്കുക. സെറ്റ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ കാണാം. അപ്പോൾ സെറ്റ് വാല്യൂ കണ്ടുപിടിക്കുക. എക്സ് വാല്യൂ എന്ന് പറയുന്നത് 10, 20, 30 ആ വാല്യൂസാണ്. മ്യൂ എന്ന് പറയുന്നത് മീനാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത മീന് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ്. ഇനി ഈ 2.73യുടെ ഈക്വലൻ്റ് ആയിട്ടുള്ള സെഡ് വാല്യൂ ഏരിയ ടേബിൾ നോക്കിയിട്ട് കണ്ടുപിടിക്കേണ്ടതാണ്. ആ കണ്ടുപിടിക്കുന്ന സമയത്ത് ആദ്യത്തെ 10ാമത്തെ ലോവർ ക്ലാസ് ലിമിറ്റിൽ നോർമൽ കർവിന് 0.5 എന്നും ഒക്കെ കാണാം. ഏറ്റവും 10ൻ്റെ വാല്യൂ 0.5 എന്നും 80യുടെ വാല്യൂ 0.5 എന്നും കാണാം. അതിന് മാത്രം ഏരിയ കണ്ടുപിടിക്കേണ്ട. ഡയറക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 0.5 തന്നെയാണ്. എന്നിട്ട് ഓരോ വാല്യൂവിൻ്റെയും നോർമൽ കർവ് വാല്യൂ സെഡ് ടേബിൾ വെച്ച് നോക്കിയിട്ട് കാണാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഏരിയ ഫോർ ഈച്ച് ക്ലാസ് എന്ന് പറയുന്നത് മൈനസ് ചെയ്ത് പോകും. 0.500 മൈനസ് 0.4732 ആണ്. മൈനസ് ചെയ്തപ്പോഴാണ് 0.268 എന്ന് 0.268 കിട്ടുന്നത്. അതേപോലെ തന്നെ ഓരോ വാല്യൂസും മൈനസ് ചെയ്താലും മിഡിലിൽ വരുന്ന വാല്യൂ മാത്രം ആഡ് ചെയ്താലുമാണ് നമുക്ക് ഏരിയ കിട്ടുന്നത്. ഈ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ 200 ടോട്ടൽ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് നമ്മൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് ചെയ്യുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഫിറ്റ് ചെയ്യേണ്ടത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിക്കുക അല്ലെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിൽ പറയുന്നത്. മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഏരിയ കണ്ടുപിടിക്കാനാണ്. നമ്മൾ ആദ്യം 2-3 ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചു എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഫിറ്റ് എങ്ങനെയാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് ഫിറ്റ് ചെയ്യുക എന്നുള്ളതും പഠിക്കേണ്ടതാണ് കേട്ടോ. ഈ 2 ക്വസ്റ്റ്യനാണ് മെയിനായിട്ട് ഇതിൽ നിന്ന് വരിക. ഓക്കെ, താങ്ക് യു സോ മച്ച്.